കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക അമേരിക്കൻ സമൂഹത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് വളരെ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. കുറച്ചും കൂടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഭരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല ട്രാൻസിഷനാണ്. അടുത്ത ജനറേഷൻ ഇതിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയാണ്. അത് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ശരിക്കും തോന്നുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാറ്റ് വന്നതെന്നല്ല, ഇവിടുത്തെ ലീഡർഷിപ്പ് മാറിയത് ഇന്ത്യക്ക് വലിയൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ 8 വർഷത്തിൽ. ഇപ്പം മോഡി സാറ് പലയിടത്തും പറയുന്ന പോലെ ഓൺ എ ടേബിൾ ഇന്ത്യ മാറ്റേഴ്സ്. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇത് തന്നെ നമ്മൾ പറഞ്ഞ മാതിരി സംസ്കൃതം അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ ഇന്ത്യൻ വേ ഓഫ് ലൈഫിൻ്റെ വെജിറ്റേറിയനിസം അതിൻ്റെയൊക്കെ ഗുണങ്ങളും വെസ്റ്റേൺ വേൾഡ് മനസ്സിലാക്കി വരുന്നു. നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് KHNA കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ഹിന്ദു സംഘടനയുടെ പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളയാണ്. KHNA അമേരിക്കയിൽ അതുപോലെ തന്നെ അമേരിക്കയും ഭാരതവുമായിട്ടുള്ള അമേരിക്കൻ ഹിന്ദുക്കളും ഭാരതവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഡോക്ടർ നിഷ പിള്ളയോട് ചോദിക്കാനുമുള്ളത്. സ്വാഗതം ഡോക്ടർ നിഷ പിള്ള. ഇപ്പോൾ ഈ സംഘടനയുടെ അധ്യക്ഷ എന്ന നിലയിൽ തലപ്പത്ത് ഏതാണ്ട് 1 വർഷത്തോളം പൂർത്തിയാകുന്നു. എന്തൊക്കെയാണ് സാമൂഹിക സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 1 വർഷമായി സംഘടനയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക അമേരിക്കൻ സമൂഹത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് വളരെ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു അമേരിക്കൻ സാമൂഹ്യ മണ്ഡലത്തിൽ സനാതന സംസ്കാരത്തിന് ഭയങ്കര പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യോഗ, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ആയുർവേദം, വേദിക് മാത്തമാറ്റിക്സ്, സാൻസ്ക്രിറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സാൻസ്ക്രിറ്റ് ഭാഷയൊക്കെ. അപ്പോൾ അവിടെ ഉള്ളവർക്ക് വളരെ ക്യൂരിയോസിറ്റി ഉണ്ട് സനാതന സംസ്കാരത്തെക്കുറിച്ചൊക്കെ അറിയാൻ. അപ്പം അതിൻ്റെ ഒരു പ്രൗഡ് ഓണർഷിപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ തരത്തിൽ മെയിൻ സ്ട്രീം അമേരിക്കയിലേക്ക് സനാതന സംസ്കാരത്തെ എത്തിക്കേണ്ട ഒരു ബാധ്യത, അല്ലെ അതിനെ പ്രചരിപ്പിക്കേണ്ട ഒരു ബാധ്യതയുമൊക്കെ കേരള ഹിന്ദുസ് എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്. ഇപ്പോൾ ഭാരതത്തിലും ആ തരത്തിലുള്ള ഒരു ചേഞ്ച്, ഒരു ഗ്ലോബൽ പ്രസൻസ് എന്നുള്ള രീതിയിൽ നമുക്കുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ സംഘടനയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. കഴിഞ്ഞ 25 ഇയേഴ്സായിട്ട് നമ്മളൊരു സ്റ്റഡി ഗ്രോത്ത് കർവിൽ തന്നെയാണ് എന്ന് വേണം പറയാൻ. ഇപ്പം അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതേപോലെ കാനഡയിലുമൊക്കെ KHNAക്ക് ശക്തമായ പ്രസൻസ് ഉണ്ട്. ഇപ്പം 2 വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ഗ്ലോബൽ ഹിന്ദു കൺവെൻഷൻസ് നടത്തുന്നത്. അപ്പം ലോകവ്യാപകമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ ഡിഗ്നിറ്ററീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്കിംഗ് ഫോറം കൂടെ ആയിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അവിടെ വളരുന്ന യങ്സ്റ്റേഴ്സ്, അവർക്ക് ഫണ്ടമെൻ്റലി അവർ US സിറ്റിസൺസ് ആണ്. പക്ഷേ അതേ സമയത്ത് അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി കൊടുക്കുക എന്നുള്ളതും സംഘടനയുടെ വ്യക്തമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പിന്നെ ഗിവിങ് ബാക്ക് ടു ഇന്ത്യ. അപ്പം ഞങ്ങളിൽ പലരും ഇവിടെ ജനിച്ചു വളർന്ന് അവിടെ പോയി നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ 1 കോടി സേവാ പദ്ധതിയാണ് ഞങ്ങൾ ഈ വർഷം കേരളത്തിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊക്കെയാണ് ഒരു മെയിൻ സ്ട്രീം പ്രവർത്തന രീതി. പിന്നെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് സംഘടനയുടെ ഇതുവരെയുള്ള ഒരു നേതൃത്വത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് എന്നെ പോലെ ഒരാളുടെ പ്രൊഫൈലിൽ ഇതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കുന്നത്. കുറച്ചും കൂടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഭരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല ട്രാൻസിഷനാണ്. അടുത്ത ജനറേഷൻ ഇതിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയാണ്. അത് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികൾക്ക് താല്പര്യമുണ്ട്. എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാ പ്രായക്കാർക്കും. സീനിയർ ഫോറമുണ്ട്, വിമൻസ് ഫോറമുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുടെ യൂത്ത്, യുവ, അതൊക്കെ കഴിഞ്ഞ് ലോലി ആൻഡ് പോപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ 3 വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഗിവിംഗ് ബാക്ക് ടു ഇന്ത്യ എന്ന കോൺസെപ്റ്റ് തന്നെ, അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി നടപ്പിലാക്കുമ്പോൾ KHNAക്ക് ഇവിടെ ഒരു പ്രസൻസ് ആവശ്യമില്ല. അതെങ്ങനെയാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്? ഞങ്ങളുടെ പേര് തന്നെ അറിയാമല്ലോ, ഞങ്ങൾ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയാണ്. പക്ഷേ സമാന ചിന്താഗതികൾ ഉള്ളവരുമായിട്ട് ഞങ്ങൾ നെറ്റ്വർക്ക് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം സേവാഭാരതി പോലെയുള്ള, ഇപ്പം വയനാട് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ കൂടുതലും ഞങ്ങൾക്ക് മണി കൊണ്ടാണ് സഹായിക്കാൻ പറ്റുക. ഇവിടെ വന്ന് സേവന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് ഗ്രൗണ്ടിൽ ചെയ്യുന്നവരെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാമോ, അത് ഇപ്പം ചിലപ്പോൾ കണക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പണമായിരിക്കും,
ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാനും കേച്ചനെ സന്നദ്ധമാണ്. നമ്മൾ ചെയ്തിട്ടുമുണ്ട് കേട്ടോ, മുൻ വർഷങ്ങളിലൊക്കെ പല ആക്ടിവിറ്റീസിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കേച്ചനെ ഫോർ കേരള എന്നുള്ള പദ്ധതി വളരെ വ്യക്തമായിട്ട് ഒരു 20 ഇനത്തിൽ സ്ത്രീകൾ, കുട്ടികൾ, കുഞ്ഞുങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ, ആദിവാസി മേഖലയിൽ ഹിന്ദു സ്ഥാപനങ്ങൾ, അങ്ങനെ പല ബിസിനസ് ലോൺ ഫോർ ഹിന്ദു വിമൻ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് അതിൽ ഓരോന്നിലേക്കും ഒരു ഫിക്സഡ് എമൗണ്ട് അനൗൺസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ഫെബ്രുവരി 1-ാം തീയതി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചൊരു ഇവന്റ് ആയിട്ട് തന്നെ നടത്തി ചെയ്യുകയാണ്. ഇത് അത്തരം പദ്ധതികൾ അവിടെ ഫ്രെയിം ചെയ്യുകയാണോ അതോ സമാനമായ പദ്ധതികളിൽ അസിസ്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? ഇവിടെ അതിൽ ചിലതൊക്കെ അവിടെ ഫ്രെയിം ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ ഇവിടെ ഓൾറെഡി പ്രവർത്തിക്കുന്ന സംഘടനകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് പല കാറ്റഗറിയിലാണെന്ന് ഞാൻ പറഞ്ഞത്. ചിലതൊക്കെ ആദിവാസി മേഖലയിലൊക്കെ ഓൾറെഡി പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് അവിടെ വന്ന് ഗ്രൗണ്ട് മുതൽ തുടങ്ങി ഒന്നും ചെയ്യാനൊക്കില്ല. പക്ഷേ ചിലതൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകൾക്ക് ബിസിനസ് ലോൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അപേക്ഷ ക്ഷണിച്ച് അത് സ്ക്രീൻ ചെയ്ത് എലിജിബിൾ ആയിട്ടുള്ളവരെ, വലിയ സ്ക്രീനിങ് പ്രോസസ് ഒക്കെ ഉണ്ടാവും, എലിജിബിൾ ആയിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് സ്ഥാപനങ്ങൾക്ക്, ഇപ്പം ബാലാശ്രമങ്ങൾക്ക്, അതൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണല്ലോ. അങ്ങനെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ജനിച്ചു വളർന്ന ഭാരതത്തിൻ്റെ യുവത്വം, അവരെ നമ്മുടെ സനാതന സംസ്കൃതിയിലേക്ക് കൊണ്ടുവരാൻ അവിടെ വൈവിധ്യമാർന്ന പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പ്രാഥമികമായി എങ്ങനെയാണ് ഈ ഒരു വിദ്യാഭ്യാസം തുടങ്ങുന്നത്? അല്ല, ഇപ്പം അത് പലരും സത്യത്തിൽ കുറച്ചും കൂടെ കോൺക്രീറ്റ് ആയിട്ട് സനാതന സംസ്കാരം പഠിപ്പിക്കാൻ അവിടുത്തെ സംഘടനകൾ വളരെ പ്രതിജ്ഞാബദ്ധമാണ് ഞാൻ നോക്കുമ്പോൾ. ഇപ്പോൾ നാട്ടിൽ വന്ന് ഇവിടെ വളരുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു അമ്പലത്തിൽ പോയി, അല്ലെ അച്ഛൻ പറഞ്ഞു അപ്പൂപ്പൻ പറഞ്ഞു, അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളങ്ങ് പഠിക്കും. അവിടെ ഞങ്ങൾ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇവരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സംഘടനാ തലത്തിൽ തന്നെ പഠിപ്പിച്ചെങ്കിലൊക്കെ, അപ്പം അതിന് ഒരുപാട് വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ സൂം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ സൂമിൽ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ, അപ്പോൾ ഇപ്പോൾ കേച്ചിനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ വീടുകളിലിരുത്തി ഞങ്ങൾ വീക്കെൻഡിൽ സൂമിൽ കൂടെ ക്ലാസ്സുകൾ എടുക്കുകയാണ്. അത് കുഞ്ഞുങ്ങൾ പ്രിറ്റി മച്ച് കഥകൾ മുതൽ കോർ പിന്നെ ഭഗവത്ഗീത പോലെയുള്ള കാര്യങ്ങൾ വരെ ഓൺലൈനായിട്ട് പഠിക്കും. പിന്നെ എല്ലാ സെലിബ്രേഷൻസും ആചരണത്തിൽ കൂടെയാണ് ചെറിയ പ്രായത്തിൽ അത് പഠിക്കുക. അപ്പോൾ എല്ലാ വിശേഷങ്ങൾക്കും അവർ ഓണത്തപ്പനെ ഓൺലൈനായിട്ട് കണ്ടുപഠിച്ചുണ്ടാക്കി സ്വന്തം വീട്ടിൽ പൂക്കളം ഇടുന്നു. അപ്പം അങ്ങനെ ഓണം ആഘോഷിക്കുന്നു, വിജയദശമി ആഘോഷിക്കുന്നു, അങ്ങനെ എല്ലാ സെലിബ്രേഷൻസും ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ 15 years and above എന്ന് വരുമ്പം അവരെ കൊണ്ട് കൂടുതലും വോളണ്ടിയർ വർക്കാണ് ചെയ്യുന്നത്. കാരണം ഈ ഫുഡ് സർവീസ് അല്ലെങ്കിൽ ബുക്ക് സർവീസ്, അപ്പം അവിടുത്തെ സ്ഥാപനങ്ങളിലായിരിക്കും. പക്ഷെ കൂടുതലും ഒരു സനാതന സംസ്കാരത്തിൻ്റെ റൂട്ടിൽ തന്നെ അവിടെ സേവാ പദ്ധതികൾ ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. 15 to 25 എന്നുള്ളത്, അതാണ് ഞങ്ങളുടെ യൂത്ത്. അവരൊരുപാട് ഫുഡ് ഡ്രൈവും അങ്ങനെ ക്ലോത്ത് ഡ്രൈവും ബുക്ക് ഡ്രൈവും ഒക്കെ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ 25+ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യങ് പ്രൊഫഷണൽസ് ആണ്. അവരൊക്കെ ഫൈനാൻഷ്യലി വളരെ വെൽ ഓഫ് ആണ്. അമേരിക്കയിലെ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി ഉള്ള കുഞ്ഞുങ്ങളാണ്. അവർ ഭയങ്കര ഒരു പവറാണ് ശരിക്കും. കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും അതെ, അവിടുത്തെ സംഘടനയെ സംബന്ധിച്ചാണെങ്കിലും അതെ. കാരണം അവർക്ക് US എഡ്യൂക്കേഷൻ്റെ പവറുണ്ട്, അവർക്ക് വീടുകളിൽ നിന്ന് കിട്ടിയ സനാതന സംസ്കാരമുണ്ട്. ഭാഷ ചിലപ്പം ചിലർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ദേ ആർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ, റൈറ്റ്? പക്ഷേ എന്നാലും അവർക്കൊക്കെ പ്രിറ്റി മച്ച് മലയാളമോ ഏതെങ്കിലും അതർ ഇന്ത്യൻ ലാംഗ്വേജോ അറിയുന്നവരായിരിക്കും. അവർ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവരെ കുറച്ചും കൂടെ കേരളത്തിന് ഉപകരിക്കുന്ന പോലെ അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഉപകരിക്കുന്ന പോലെ ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എന്നെ പോലുള്ളവരുടെ ദൗത്യം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതാണ് ശ്രമിക്കുന്നത്. ഇവര് പലപ്പോഴും ഈ യങ്സ്റ്റേഴ്സ് എല്ലാം ഒരു പ്രാവശ്യം പോലും ഭാരതത്തിൽ വന്നിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അത്രമാത്രം ഇവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനേഴ്സ് അവർ അവൈലബിൾ ആണോ സംഘടനയെ സംബന്ധിച്ചിടത്തോളം? കൂടുതലും ഈ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാർ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. കാരണം ഇവിടെ വളർന്ന് അവിടെ പോയവർക്കാണ് അത് ചെയ്യാൻ പറ്റുക. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവരിക, ഒരു 10 ദിവസത്തെ പ്രോഗ്രാം ഒക്കെ ആയിട്ട്, ഒരു 15 and above. അത് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ക്ലബ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ഇവരെ വാട്ട് ഈസ് ഇന്ത്യ അല്ലെങ്കിൽ വാട്ട് ഈസ് കേരള എന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മുടെ ക്ഷേത്രങ്ങൾ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിത രീതികൾ കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ അത്തരം ചില പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ലോങ് ടേം ആയിട്ട് നമുക്കത് ആലോചിച്ച് ഇവരുടെ വെക്കേഷൻ ടൈമിൽ ആരെങ്കിലും ആ റെസ്പോൺസിബിലിറ്റി എടുത്ത്, കാരണം ഈ കുഞ്ഞുങ്ങളെ എയർപോർട്ട് മുതൽ പിക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടാക്കുന്നത് വരെയുള്ള
നമുക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു സനാതന ധർമ്മത്തിനൊരു പ്രത്യേക മാറ്റവും വെളിച്ചവും ഒക്കെ വന്നിട്ടുള്ള ഒരു സമയമാണ്. അത് അമേരിക്കൻ സമൂഹത്തിലും ആ മാറ്റം ഉണ്ട് എന്ന് തോന്നുന്നു ഈ സമയത്ത്. അത് അങ്ങനെയാണോ അതോ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു? എനിക്ക് ശരിക്കും തോന്നുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടാ കാറ്റ് വന്നതല്ല. ഇവിടുത്തെ ലീഡർഷിപ്പ് മാറിയത് ഇന്ത്യക്ക് വലിയൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ 8 വർഷത്തിൽ. പക്ഷെ ഒരു 10-12 വർഷം പുറകോട്ട് നമ്മൾ നോക്കിയാൽ യോഗയൊന്നും ഇവിടെ നാട്ടിലൊന്നും അല്ലാത്ത കാലത്തും അമേരിക്കക്കാർ വെസ്റ്റേൺ വേൾഡ് യോഗയും മെഡിറ്റേഷനും ഒക്കെ ഏറ്റെടുത്തപ്പോഴാണ് ശരിക്കും നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വന്നത്. ഞാൻ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ എല്ലാ ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകളിലും ഒരു മെഡിറ്റേഷൻ സെന്റർ ഉണ്ട്. ഇപ്പോൾ ഒരു മൈൻഡ്ഫുൾനെസ് എന്നുള്ള ക്ലാസ്സുകളൊക്കെ ഡോക്ടർമാർക്കും ഒക്കെ അവർ എടുക്കുന്നുണ്ട്. അതൊന്നും അത്രയൊന്നും ഇന്ത്യ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ബുദ്ധിസവും ചൈനീസ് ഒക്കെ ആയിട്ട് ക്ലബ് ചെയ്തൊക്കെയാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നതെങ്കിലും ഫണ്ടമെന്റലി അത് ഹിന്ദുയിസം ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രചാരം എന്ന് പറയുന്നതാണ് വെസ്റ്റേൺ വേൾഡിൽ. ഇപ്പോൾ അത്രയൊന്നും നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ ഇല്ല ശരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ ഇപ്പം മേധാസൂക്തമൊക്കെ ചൊല്ലുന്ന മക്കളാണ് ഞങ്ങൾക്ക് 8 വയസ്സിലും 10 വയസ്സിലും അവിടെ ഉള്ളത്. യു വിൽ ബി സർപ്രൈസ്ഡ്. അത് അത്രയൊന്നും നാട്ടിലുണ്ടോ എന്നറിയില്ല. വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നുമുണ്ട്. സ്ട്രക്ചേർഡ് ആയിട്ട് അവിടെ ലെസൺസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, അങ്ങനെ പഠിക്കുന്ന മക്കളും ഉണ്ട് ഞങ്ങൾക്ക്. അത് ഈ വിദ്യാഭ്യാസ രീതികൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഫോർമൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ നെട്ടോട്ടം ഓടുകയാണ്. അതിനിടയ്ക്ക് ഈ പറയുന്ന പോലെ ധാർമ്മിക എഡ്യൂക്കേഷനുള്ള ഒരു സമയം കിട്ടുന്നില്ല എന്നാണ് ഇവിടെയുള്ള ഒരു പരാതി. പക്ഷേ അവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം അതിനൊരു സമയം നൽകുന്നുണ്ടോ? അവിടെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ് പഠിത്തം. അവിടെ സ്കൂളിലത്തെ കാര്യം, അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി ബുക്കിഷ് അല്ല. മക്കളെ പല പല കാര്യങ്ങൾ പഠിപ്പിച്ച് വളർന്നത്. അപ്പൊ സ്കൂൾ ടൈം കഴിഞ്ഞാലും അവർക്ക് വീക്കെൻഡ് ശനി ഞായർ ഞങ്ങൾക്ക് അവധിയാണല്ലോ. അപ്പൊ എന്തായാലും 2 days കുഞ്ഞുങ്ങൾക്ക് കിട്ടും. പിന്നെ ട്യൂഷൻ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊന്നും ഇല്ല. അവരത് കഴിഞ്ഞാൽ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുമോ, സ്വിമ്മിങ് പഠിക്കുമോ, ലൈഫ് സ്കിൽസ് പഠിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പം ഡെഫിനറ്റ്ലി അവർക്ക് കുറച്ചും കൂടെ സമയമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ എന്ന് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാലും കുട്ടികൾ ഒരുപാട് ട്യൂഷനും മറ്റു കാര്യങ്ങളും, പിന്നെ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് അല്ലേ ഇവിടെ. ഒരു ടെസ്റ്റ് എഴുതി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി ഒരുപാട് എക്സ്ട്രാ എഫേർട്ട് ഇവിടുത്തെ കുട്ടികൾ എടുക്കുന്നുണ്ട്. അത്രയും ഒരുപക്ഷെ അവിടെ ഇല്ല. അവിടെ ആ ഓട്ടം വരുന്ന ഒരു സമയമുണ്ട്. മേ ബി ലൈക്ക് 12th ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് യൂണിവേഴ്സിറ്റി ലെവലിലേക്കൊക്കെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ഒക്കെ ചെയ്യണം. ബട്ട് കൊച്ചു പ്രായത്തിൽ അവർക്ക് ഇച്ചിരി ഫ്രീഡം ഉണ്ട്, ഫ്രീ ടൈം ഉണ്ട്. അത് ഞങ്ങൾ യൂസ് ചെയ്യുന്നുമുണ്ട്. ഭാരതത്തിന് അത് മാതൃകയാക്കാമെന്ന് തോന്നുന്നില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സത്യത്തിൽ മോഡി സാർ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയല്ലോ. ഇപ്പം തന്നെ ബേസിക് ക്ലാസ്സുകളിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളായിട്ടിരിക്കാൻ അനുവദിക്കണം. ഇവിടെ അത് അനുവദിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് എനിക്ക്. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ തലയിലിടുന്നുണ്ട്. അവസാനമായിട്ട് ഇപ്പോൾ ഒരു ഭാരതീയതയ്ക്ക് പുറത്തൊരു പ്രാധാന്യം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പം ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പോകുന്നിടത്തെല്ലാം ഇന്ത്യൻ ഡയസ്പോറയുമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ തന്നെ ഒബാമയായാലും ഇപ്പോൾ ട്രംപ് ആയാലും അവരെല്ലാം ദീപാവലി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടവുമായി ഒത്തുചേർന്ന് പോകാൻ സംഘടനകൾക്കൊക്കെ കഴിയുന്നുണ്ട് എന്ന് തോന്നുന്നില്ല? ഡെഫിനറ്റ്ലി ഇന്ത്യൻ ഡയസ്പോറ ഇസ് വെരി പവർഫുൾ അമേരിക്കയിൽ. ഇപ്പോൾ അമേരിക്കയിലെ ഡോക്ടർമാരിൽ 40% ഇന്ത്യൻസ് ആണ്. വലിയൊരു നമ്പർ അല്ലേ അത് ശരിക്കും. ഞങ്ങൾ അപ്പോൾ എവറി അതർ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഇസ് എൻ ഇന്ത്യൻ. അതൊരു വലിയ കാര്യമാണ്. അത് വിടൂ. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ഇപ്പം ആസ് എ കൺട്രി ഗ്ലോബലി നമുക്ക് ഭയങ്കര ഒരു പവറുണ്ട്. ഒരു കഴിഞ്ഞ 4-5 വർഷത്തിലൊക്കെ ഞങ്ങൾക്കും വിദേശത്ത് താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നത് ഇന്ത്യ കൗണ്ട്സ്. ഇപ്പം മോഡി സാറ് പലയിടത്തും പറയുന്ന പോലെ ഓൺ എ ടേബിൾ ഇന്ത്യ മാറ്റേഴ്സ്. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇത് തന്നെ നമ്മൾ പറഞ്ഞ മാതിരി സംസ്കൃതം അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ ഇന്ത്യൻ വേ ഓഫ് ലൈഫിൻ്റെ വെജിറ്റേറിയനിസം അതിൻ്റെയൊക്കെ ഗുണങ്ങളും വെസ്റ്റേൺ വേൾഡ് മനസ്സിലാക്കി വരുന്നുണ്ട്. അവർ നമ്മളെക്കാട്ടി കൂടുതൽ അത് ഓപ്പൺ ഹാൻഡ്സ് ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് നമുക്കൊരു അഭിമാനം. ഞങ്ങളാണ് ഇങ്ങനെയൊക്കെ ജീവിച്ച് നിങ്ങളെ കാണിച്ചു തന്നവർ, അല്ലെങ്കിൽ ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത് നമ്മുടെ മക്കളെ അത് അങ്ങനെ കാണിച്ചു കൊടുത്താൽ അവർക്കും അതൊരു അഭിമാനമാണ്. പിന്നെ ഇപ്പം AI ലാംഗ്വേജ് വന്നപ്പോൾ സാൻസ്ക്രിറ്റ് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം അത് ഇവിടെ മൃതഭാഷയാണെന്നും പറഞ്ഞ് എഴുതി തള്ളിയ സാധനം ഇപ്പോൾ ഡെൻമാർക്കിലും ഹോളണ്ടിലും ഒക്കെ കുഞ്ഞുങ്ങളിരുന്ന് തച്ചിന് പഠിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മളൊരു പക്ഷേ ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ഗോ ബാക്ക് ടു അവർ റൂട്ട്സ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയാൽ മേ ബി നാളത്തെ ലോകത്ത് വിൽ ഹാവ് എ ബെറ്റർ പ്ലേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇനിയും ഏറെ ശോഭിക്കാൻ കഴിയട്ടെ. ഒപ്പം ഭാരതത്തിലും അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു സ്വാധീനം അത് KHNAക്ക് ചെലുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. നമസ്കാരം.